ഇന്ന് റാന്നിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലീനിങ് പരിപാടിയുടെ ജനങ്ങൾക്ക് വേണ്ട അറിവ് നൽകുന്നതിന് വേണ്ടി റാന്നി പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും പഞ്ചായത്ത് പ്രസിഡന്റും ബഹുമാന്യ റാന്നി MLA ഉൾപ്പെടെ ഹരിതകർമ്മ സേന അംഗങ്ങൾ റാന്നി പഞ്ചായത്തിലേക്ക് കടന്നു വരുന്ന പുനലൂർ മൂവാറ്റുപുഴ റോഡിലെ വാഹനങ്ങളിൽ ഉപയോഗം കഴിഞ്ഞ് ഇട്ടിട്ടുള്ള പ്ലാസ്റ്റിക് കുപ്പികളും മറ്റ് പദാർത്ഥങ്ങളും ഹരിതകർമ്മ സേനയുടെ നേതൃത്വത്തിൽ വാഹനത്തിൽ കയറി തന്നെ അത് കളക്ട് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ആസൂത്രണം ചെയ്യുന്നത്. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇതേ രീതിയിൽ ഒരു പദ്ധതിക്ക് രൂപം നൽകുന്നത് എന്നാണ് പഞ്ചായത്ത് അധികൃതർ അറിയിക്കുന്നത്. എന്തായാലും റാന്നി ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് ക്ലീൻ പദ്ധതിയിൽ കേരളത്തിലെ രണ്ടാമത്തെ പഞ്ചായത്തായി തിരഞ്ഞെടുക്കുകയും അതിനുള്ള അംഗീകാരം ഈ പഞ്ചായത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും റാന്നി MLA ബഹുമാന്യനായിട്ടുള്ള അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ, റാന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പ്രകാശ് കുഴികാല, ഹരിത കർമ്മസേന അംഗങ്ങൾ, ഉദ്യോഗസ്ഥന്മാർ, നാട്ടുകാർ തുടങ്ങി വിവിധ ആളുകളാണ് ഈ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചപ്പോൾ അവിടെ എത്തിച്ചേർന്നത്. വളരെ ഒരു പുതുമയുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും വളരെയധികം കുപ്പികളും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും വാഹനങ്ങളിൽ നിന്ന് അത് ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞു. യൂസർ ഫീ ലഭിക്കുന്ന ഒരു പഞ്ചായത്താണ് സംസ്ഥാനത്ത് രണ്ടാമത്തെ. അപ്പോൾ ഇപ്പോൾ ഞങ്ങളൊരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് MLAയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ അവയർനെസ് കൊടുക്കുകയാണ് ആളുകൾക്ക്. കാരണം വലിച്ചെറിയരുത്. അതുകൊണ്ട് വാഹനങ്ങൾ നമ്മൾ കൈ കാണിച്ച് നിർത്തി അവരെ ബോധവൽക്കരിച്ചിട്ട് ഞങ്ങൾ അവരിൽ നിന്ന് പ്ലാസ്റ്റിക് തിരിച്ച് വാങ്ങിച്ച് അവരെ ബോധവൽക്കരിച്ച് വിടുന്ന ഒരു പരിപാടിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് റാന്നി പഞ്ചായത്തിന്റെ 4 സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരുപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പരിപാടി. അതിനകത്ത് പ്രിയപ്പെട്ട MLAയുടെ അകമഴിഞ്ഞ സഹായം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും എല്ലാ സഹായങ്ങളും ഞങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ അതുപടിയാണ് ജനങ്ങളുടെ കുടുംബശ്രീയും അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതി, പിന്നെ ഹരിതകർമ്മ സേന. ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു സേനയാണ് ഹരിതകർമ്മ സേന. പത്തനംതിട്ടയുടെ SP ഉൾപ്പെടെ ഇവിടേക്ക് കടന്നു വരികയും റാന്നി DYSP, റാന്നി CI, റാന്നി SI അവര് വാഹനങ്ങളൊക്കെ തടഞ്ഞു നിർത്തി അതിനു വേണ്ട സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു. മറ്റൊരു പരിപാടിക്ക് എത്തിയപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീമാൻ ചിറ്റയം ഗോപകുമാർ അദ്ദേഹവും ഇവിടെ ഈ സമയത്ത് മറ്റൊരു പരിപാടിക്ക് വേണ്ടി എത്തിച്ചേർന്നപ്പോൾ ഹരിതകർമ്മ സേന അംഗങ്ങളെ അദ്ദേഹത്തിന് കിട്ടിയ ഷാള് പോലും അണിഞ്ഞുകൊണ്ട് അവർക്ക് നൽകിക്കൊണ്ട് ആദരിക്കുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്തായാലും റാന്നിയെ സംബന്ധിച്ച് ഏറ്റവും നല്ല വൃത്തിയുള്ള പഞ്ചായത്ത് എന്ന് കേരളത്തിലെ 2ാം സ്ഥാനത്തെത്തിയ പഞ്ചായത്തിനെ 1ാം സ്ഥാനത്ത് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഭഗീരഥ പ്രയത്നമാണ് റാന്നി ഗ്രാമപഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴേ അതിനുള്ള തയ്യാറെടുപ്പുകളും അങ്ങനെയുള്ള പ്രവൃത്തികളുമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പുറത്ത് ഏതെങ്കിലും രീതിയിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പുറത്ത് വലിച്ചെറിയുകയോ അത് ഡംപ് ചെയ്യുകയോ ചെയ്താലും അത് കത്തിച്ചാലും റാന്നി ഗ്രാമപഞ്ചായത്ത് അവർക്ക് ഫൈൻ ഏർപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫൈൻ വാങ്ങിയിട്ടുള്ള പഞ്ചായത്ത് എന്നുള്ള ആ ഒരു ഖ്യാതിയും വെച്ചുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ പഞ്ചായത്തിനോടൊപ്പം തന്നെ സഹകരിക്കുന്നു എന്നുള്ളതും വാസ്തവമാണ്. ഏറ്റവും നല്ല പഞ്ചായത്തിനുള്ള ഹരിത കർമ്മസേനയുടെ ഏറ്റവും ക്ലീൻ പഞ്ചായത്തിനുള്ള 1ാം സ്ഥാനം
കേരളത്തിൻ്റെ വാങ്ങണം എന്നുള്ളതാണ് ഈ പഞ്ചായത്ത് തീരുമാനിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൻ്റെ പ്രവൃത്തിയാണ് റാന്നി ഗ്രാമപഞ്ചായത്തിൽ പെരുമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചും നമുക്കിത് കാണാൻ കഴിഞ്ഞത്. 4 സ്ഥലത്തെ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് വളരെയധികം പ്ലാസ്റ്റിക്കുകളാണ് അവർ ശേഖരിച്ചിട്ടുള്ളത്. എന്തായാലും ഇത് വളരെ അഭിനന്ദനം അർഹിക്കുന്നതാണ് എന്നാണ് ബഹുമാനപ്പെട്ട MLAയും ചിറ്റയം ഗോകുമാർ ഉൾപ്പെടെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഈ ജനങ്ങളോട് പറഞ്ഞത്. അവരും കൂടെ കൂടിച്ചേർന്നുകൊണ്ടാണ് വാഹനത്തിൽ കയറി ഇറങ്ങി പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കുന്ന ആ ഒരു സന്ദർഭവും നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. എന്തായാലും വളരെ നല്ല ഒരു പ്രവൃത്തിയാണ് എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട.